സുസമാൻറ്റി കേൾക്കുന്നുണ്ടല്ലോ. കേക്കാം. ആമേൻ ആമേൻ. ഹല്ലേലൂയ. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇങ്ങനെ എനിക്കൊരു സൗകര്യം കർത്താവായ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഫേബ സിസ്റ്റർക്കും കുടുംബത്തിനും ഒക്കെ ദൈവത്തിന്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആമേൻ പിന്നെയും ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പ്രൈസ്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ആമേൻ ഗ്രൂപ്പിൽ കയറുവാനും ആമേ ശ്രദ്ധിക്കുവാനും ദൈവമായ കർത്താവിനെ സഹായിച്ചു. ഇത്രത്തോളം നടത്തിയ ദൈവം, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാണ്. ഞാൻ എന്നെ തന്നെ അല്പം ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം വചനത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ആമേൻ. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം ഇടയാക്കി. ആമേൻ. പത്തനംതിട്ടയിൽ തോന്നിയാമല എന്ന പ്രദേശത്ത് ആമേൻ പ്ലേസ് ആണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ആമേൻ. എൻ്റെ മാതൃസഭ ആമേൻ തോന്നിയാമലയുള്ള AG സഭയായിരുന്നു. ആമേൻ പ്ലേസലോ. എന്നാൽ എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ആ സ്ഥലം വിറ്റ് ആമേൻ പ്ലേസലോ ആറന്മുളയിലേക്ക് കടന്നു വന്നു. അവിടെ ഞങ്ങൾ പാർക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. 18-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ പ്ലേസ് ബൈബിൾ കോളേജിലേക്ക്, പുനലൂർ ബത്തേൽ ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുവാനും അതേ തുടർന്ന് 1 വർഷം അവിടെ പഠിച്ച ശേഷം പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ ആമേൻ പ്ലേസ് പഠിക്കുവാനായി കർത്താവ് അവസരം നൽകി തന്നു. ആമേൻ. അത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ എനിക്കൊരു വിവാഹം കർത്താവ് ഒരുക്കി തന്നു. ആമേൻ പ്ലേസ്. അങ്ങനെ കുടുംബസ്ഥയായി നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ ആമേൻ കർത്താവ് സഹായിച്ചു. ആമേൻ പ്ലേസ്. 12 വർഷം ചർച്ച കൊണ്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചതിന് ശേഷം ഞങ്ങൾ ഹല്ലേലൂയ ഇൻഡിപെൻഡന്റ് ആയിട്ട് കർത്താവിന്റെ വേലയിൽ ഈ ഡൽഹി പ്രദേശത്ത് പ്രവർത്തിക്കുന്നു. ആമേൻ പ്ലേസ്. ഞങ്ങളുടെ പ്രവർത്തന മേഖല ആമേൻ പ്ലേസിലോ ഹിന്ദിക്കാരുടെ ഇടയിലാണ്. ഗാവ് ഏറികളിൽ കടന്നു പോവുക, ഗാവിലുള്ള യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഗാവിലുള്ള ആൾക്കാരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുക, അവരോട് പറയുക, യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക, പാട്ടുകൾ പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. അതായിരുന്നു ഹല്ലേലൂയ ഞങ്ങളുടെ ദൗത്യം. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവകൃപയാൽ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വർഷം ഏപ്രിൽ 24-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ഈ ലോകത്തിൽ നിന്ന് താൻ പ്രിയം വെച്ച കർത്താവിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കണം ഇടയത്തുന്നു. അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞാൻ കൂടില്ലായിരുന്നു, ആരും കൂടില്ലായിരുന്നു, തനികയായിരുന്നു. ആമേൻ പ്ലേസ്. ആ സമയത്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാകുകയും 8 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം ആമേൻ പ്ലേസ് എന്നോട് അവസാനമായിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ ടെൻഷൻ എടുക്കരുത്, നീ കരയരുത്. ആമേൻ പ്ലേസ്. ഞാൻ ഒറ്റയ്ക്കല്ല. സ്വർഗം തുറന്നിട്ടുണ്ട്. ആമേൻ പ്ലേസ്. ഒരു വലിയ കൂട്ടം എൻ്റെ കൂടെയുണ്ട്. ആമേൻ പ്ലേസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരുപാട് ദൂതഗണങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പോകാനാണ് എന്ന് പറഞ്ഞ അതുവരെയും എന്നോട് വളരെ സംസാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. 23-ാം തീയതി എന്നോട് പറഞ്ഞു, ആമേൻ പ്ലേസ് നാളെ നീ വീട്ടിൽ പോയി കുളിച്ച് സുന്ദരിയായി ആമേൻ പ്ലേസ് പിങ്ക് വല കപ്പട ഇട്ടുകൊണ്ടൊക്കെ വരണമെന്ന്. 24-ാം തീയതി എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു. എന്നാൽ പ്ലേസ് 24-ാം തീയതി ആമേൻ അദ്ദേഹം പോകുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. എന്നാൽ കർത്താവ് വിളിക്കുമ്പോൾ പോകണമല്ലോ. എന്നാൽ അതിന് ശേഷം ഹല്ലേലൂയ ശുശ്രൂഷ ആമേൻ പ്ലേസ് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യുമെന്നറിയാതെ വളരെ ഭാരപ്പെട്ടെങ്കിലും ദൈവമായ കർത്താവ് ബലപ്പെടുത്തി. ആമേൻ പ്ലേസ്. ഇപ്പോഴും ആമേൻ സഭയും അതുപോലെ ആമേൻ പ്ലേസലോ എൻ്റെ ശുശ്രൂഷകളും വിവിധ സ്റ്റേറ്റുകളിൽ കടന്നുപോയി പ്രവർത്തിക്കുവാനുമുള്ള കഴിവും കൃപയും ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ദൈവജനത്തിന്റെ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാള് ഫേബ. ആമേൻ പ്ലേസലോ അവൾ പഞ്ചാബിൽ IPC ഉള്ള ബന്ധത്തിൽ അവിടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു. മരുമകൻ മോളും പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് റിസൈൻ ചെയ്തു. ആമേൻ പ്ലേസലോ കൊച്ചുമകള് ആമേൻ പ്ലേസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ കുടുംബ ആമേൻ പ്ലേ പശ്ചാത്തലം. ആമേൻ പ്ലേസലോ. ഹല്ലേലൂയ. അധികം പറഞ്ഞു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വചനത്തിലേക്ക് പെട്ടെന്ന് കയറാം. ഈ വചനത്തിനിടയ്ക്കൊക്കെ ദൈവം ചെയ്ത ചില അത്ഭുതങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. എൻ്റെ മകൾ ഫേബയ്ക്ക് ആമേൻ പ്ലേസ് 8 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. 18 ഇഞ്ച് ഫൈബ്രോയിഡ്. ആമേൻ പ്ലേസ് ലോർഡ്. ഹല്ലേലൂയ. ഇഞ്ചാണ് 3 കിലോ വലിപ്പമുള്ള ഒരു ഫൈബ്രോയിഡ്. അപ്പൊ ആമേൻ പ്ലേസ് പരിശുദ്ധാത്മാവിനെ വെളിപ്പാടിൽ കാണിച്ചു അവക്കൊരു കുഞ്ഞ് ലഭിക്കുന്നതായിട്ട്.
ഞാൻ പറഞ്ഞു മോളെ ഈ മാസം നീ കൺസീവ് ആകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ തന്നെ കർത്താവ് ചെയ്തു കൊടുത്തു. ആമേൻ പ്രൈസ് അല്ലോ. 3 മാസം ആമേൻ പ്രൈസ് ഹോസ്പിറ്റലിൽ ഒന്നും പോകാതെ ഇരുന്നു. 4-ാം മാസം ഡോക്ടറെ കൊണ്ട് കാണിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് അബോർട്ട് ചെയ്ത് കളയണം, ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇത് വളർത്താൻ പറ്റത്തില്ല, അമ്മയ്ക്കും കുഞ്ഞിനും കേടാകുമെന്ന് പറഞ്ഞ് ഞങ്ങളെ അധൈര്യപ്പെടുത്തി. എന്നാൽ ദൈവശബ്ദം കേട്ടതുകൊണ്ട്, ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഇല്ല, അവളുടെ പ്രസവം പ്രസവം ഡോക്ടർ തന്നെ എടുക്കും എന്ന്. അവരെന്റെ കണ്ണിൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നുണ്ട്, ഇടപെടുന്നുണ്ടെന്ന്. 6-ാം മാസം ആയപ്പോൾ ആ ഫൈബ്രോയിഡിനെ കർത്താവ് അല്പം ഒന്ന് ചുരുക്കി ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി. അങ്ങനെ കുഞ്ഞിന് വളരാനുള്ള ക്രമീകരണങ്ങൾ കർത്താവ് ഉദരത്തിൽ തന്നെ ക്രമീകരിച്ചു കൊടുത്തു. 6-ാം മാസം ദൈവം പേര് തന്നു. അങ്ങനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ജോസഫ് അവൻ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അതിനുശേഷം സാറ എന്ന പേരോടുകൂടി ഒരു പെൺകുഞ്ഞിനെയും കൂടെ കർത്താവ് കൊടുത്തു. ഇപ്പോഴും ആ ഫൈബ്രോയിഡ് അവിടെ തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ട് കഴിയാത്തൊരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അസാധ്യതകൾ മനുഷ്യന്റെ മനസ്സിലാണ്, എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ സാധ്യതകളെ ഉള്ളൂ. ദൈവ പൈതലേ, പ്രൈസ് ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ ദൈവകൃപയിൽ ആശ്രയിച്ച വചനത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സങ്കീർത്തനം പ്രൈസ് ദി ലോർഡ് 52-ന്റെ 8-9 വാക്യങ്ങൾ. ഭജൻ സംഗീത 52 8 and 9. Psalms 52 praise 8 and 9. ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നിന്റെ ഭക്തന്മാരുടെ മുൻപാകെ അത് നല്ലതല്ലോ. നിന്റെ ഭക്തന്മാരുടെ മുൻപാകെ അത് നല്ലതല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, വചനത്തെ അപ്പച്ചന്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം ഈ വചനം ശക്തിയോടെ ഹല്ലേലൂയ സംസാരിപ്പാൻ കർത്താവെ, അങ്ങയുടെ ആലോചന പറയുവാൻ സ്വർഗം സഹായിക്കണമേ. കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നുവോ ആ വിഷയങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രിയ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണിത്. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 21, 22 അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം അവിടെ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശൗലിനെ ഭയപ്പെട്ട് വനങ്ങളിലും ഗുഹാന്തരങ്ങളിലും ഓടി നടക്കുന്ന ദാവീദുമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ യോനാഥാൻ കടന്നു വന്നു. ശൗലിന്റെ മകൻ അടുത്ത രാജ്യഭാരം ഏൽക്കേണ്ടവൻ. പ്രൈസ്. എന്നാൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവർ തമ്മിൽ സംസാരിച്ച ശേഷം ദാവീദ് ഒരൊറ്റ ഓട്ടമോടി അവന് മനസ്സിലായി ശൗൽ എന്നെ നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പുരോഹിതന്റെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഹിമേലക്കായ പുരോഹിതന്റെ ഭവനത്തിൽ കടന്നു വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പ്രൈസ് കാഴ്ചയപ്പമായി വെച്ചിരിക്കുന്ന മാറ്റുന്ന അപ്പം, വിശുദ്ധ അപ്പം പ്രൈസ് ദാവീദിന് കൊടുത്ത ശേഷം ആയുധങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗോലിയാത്തിനെ കൊന്ന ആ വാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ വാളും വാങ്ങി അവൻ പോകുമ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല അവിടെ ഒരു ശത്രുപതി ഇരിപ്പുണ്ടെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മറ്റാരുമല്ല, ഏദോമനായ ദേവോഗാണ്. പ്രൈസ് രാജ്യഭൃത്യന്മാരിൽ പ്രൈസ് അഗണ്യനായവൻ ഹല്ലേലൂയ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവനത് കണ്ടു. അവനത് കണ്ടപ്പോൾ പ്രൈസ് ഹല്ലേലൂയ രാജാവ് പ്രൈസ് ദി ലോർഡ് ശൗൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോനാഥാനും ദാവീദും തമ്മിൽ സന്ധി ചെയ്തപ്പോൾ അത് കണ്ടവർ എന്നോട് വന്ന് പറയാതെ വണ്ണം മറച്ചു വെച്ചത് എന്തുകൊണ്ട് എന്ന് ശൗൽ ദാഷ്ട്യത്തോടെ സംസാരിക്കുമ്പോൾ ഈ പ്രൈതോമനായ പ്രൈസ് ദേവോഗ് പ്രൈസ് ശൗലിനോട് പറയുകയാണ്, ഞാൻ കണ്ടു പുരോഹിതന്റെ ഭവനത്തിൽ അവൻ വന്നതും അവിടെ സംസാരിച്ചതും ഗോലിയാത്തിനെ കൊന്ന ആ വാള് വാങ്ങിക്കൊണ്ട് പോകുന്നതും ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. 85 പുരോഹിതന്മാരെ
നിരത്തി നിർത്തി ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ശൗൽ രാജാവ് നശിപ്പിക്കുമ്പോൾ കൊല്ലുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്ന് ഓടി വന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ് വർത്തമാനം പറയുവാൻ ആ വിഷയം പറയുവാൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ പ്രൈസ് പറയാണ് 85 പുരോഹിതന്മാരെ ശൗൽ കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ ചുറ്റും ആമേൻ ശത്രുത, ചുറ്റും വിഷയങ്ങൾ, ആമേൻ ചുറ്റും ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരിക്കലും മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തയോടുകൂടി നിൽക്കുന്ന അത്യന്ത ഭയങ്കരമായ ആമേൻ വിഷയത്തിന്റെ മധ്യത്തിൽ ആമേൻ ദാവീദായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ ദൈവ ശത്രു നിന്റെ മുൻപിൽ ആമേൻ വാഴ പോരുമ്പോൾ ആമേൻ പിശാച് നിന്റെ മുൻപിൽ നൃത്തം ചെയ്യുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിനക്ക് വേണ്ടി പ്രത്യേക ചില സൂക്ഷിപ്പുകളും ചില പ്രത്യേക അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ഞാനും നീ ദൈവത്തിന്റെ സ്പെഷ്യലാ. ഹല്ലേലൂയ ആമേൻ ഞാനും നീ ദൈവത്തിനുള്ളവരാ, ഞാനും നീ ദൈവത്തിന്റെ സമ്പത്താ, ഞാനും നീ ദൈവത്തിന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിജ പ്രജയാ. ഹല്ലേലൂയ ആമേൻ പഹലോട്ടയാ. ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ ആദ്യജാതന. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ ദൈവ പൈതലേ പ്രൈസ് ദി ലോർഡ് നമുക്ക് ആമേൻ ഭയപ്പെടുവാൻ ഒന്നുമില്ല. ഹല്ലേലൂയ ആമേൻ 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 ഇവിടെ ആമേൻ ദാവീദ് ഈ സന്ദർഭത്തിൽ എഴുതിയ ഒരു ആമേൻ സങ്കീർത്തന വേദഭാഗമാണിത്. ആമേൻ ശത്രു ചുറ്റും നിൽക്കുകയാ. ആമേൻ ശൗൽ എപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാ. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവനോടൊപ്പം നിൽക്കുന്നത് അധികം ആൾക്കാരില്ല. ആമേൻ ആമേൻ കഴിവില്ലാത്തവര്, മുടന്തര്, കടക്കാര്, അങ്ങനെയുള്ളവരൊക്കെയാ ദാവീദിനോടൊപ്പം നിൽക്കുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ആമേൻ ഇന്ന് ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ആമേൻ ദാവീദ് വിളിച്ചു പറയാൻ, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കും. ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ഏതു വലിയ വിഷയമായിരുന്നാലും ഹല്ലേലൂയ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നീ തഴയ്ക്കുക തന്നെ ചെയ്യും. ആമേൻ നീ ആമേൻ പ്രൈസ് ദി ലോർഡ് പരിതാപപ്പെടണ്ട, ആമേൻ ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സീസൺ, ദൈവത്തിന്റെ സമയം. ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ബലമുള്ള ഭുജത്തിന്റെ കീഴെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ താഴ്മയോടെ നമുക്ക് കാത്തിരിക്കാം. ഹല്ലേലൂയ ഒരു ഉത്തമ സമയം വരുന്നുണ്ട്, ഒരു തക്ക സമയം വരുന്നുണ്ട്. ആമേൻ പ്രൈസ് ഉചിത സമയം വരുന്നുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ആമേൻ ഞാൻ രണ്ട് കാര്യങ്ങൾ ആമേൻ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗത്തിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഒന്നാമതായിട്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് ഈ ഒലിവ് വൃക്ഷം നിൽക്കുന്നത് ആലയത്തിലാണ്. ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആമേൻ ദൈവ കൃപയിലാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവിക ഫെലോഷിപ്പിനകത്താണ് ഈ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒലിവ് വൃക്ഷം നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രതികൂലങ്ങളാ നാലു ചുറ്റും, മരുഭൂമിയാ. ആമേൻ പ്രൈസ് ദി ലോർഡ് ചൂടേറിയ കാറ്റുകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ് എന്നാൽ ആമേൻ പ്രൈസ് നിൽക്കുന്ന സ്ഥാനം നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ പ്രൈസ് നിന്റെ സ്ഥാനം ആലയത്തിനകത്താണെങ്കിൽ, ദൈവിക പ്രസൻസിനകത്താണെങ്കിൽ നിനക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല. നിന്റെ വിഷയത്തെ ആമേൻ സ്വർഗത്തിലെ ദൈവം ഇടിച്ച് നിരപ്പാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിന്റെ മുൻപിൽ നിൽക്കുന്ന ആമേൻ പ്രൈസ് എത്ര വലിയ പർവ്വതമായിരുന്നാലും അതിനെ തകർക്കുവാൻ, അതിനെ നിരപ്പാക്കുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ ദൈവ പൈതലേ ആകയാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. 87-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ ഉറവകളൊക്കെയും ദൈവമേ നിന്നിലാകുന്നു. പ്രൈസ് ദി ലോർഡ് എന്റെ ഉറവകള് ആമേൻ പ്രൈസ് എനിക്കുള്ള നന്മയുടെ അടിസ്ഥാനം എന്റെ ദൈവമാണ്. എന്റെ ഉയർച്ചയുടെ അടിസ്ഥാനം എന്റെ ആമേൻ ദൈവമാണ്. എനിക്കുള്ള ആമേൻ വിജയത്തിന്റെ അടിസ്ഥാനം ഉറവ ആമേൻ അത് സ്വർഗമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എത്ര പേർക്ക് ഇത് ബോധ്യമുണ്ട്? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ അറിയുന്ന ദൈവം ആമേൻ നമ്മുടെ കർത്താവ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ 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 ദൈവ പ്രവൃത്തി ആമേൻ താങ്ക് യു സിസ്റ്റർ ഹല്ലേലൂയ ആമേൻ ആമേൻ വചനം ഇട്ടു തന്നതിനായി. ആമേൻ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ ആമേൻ ലാസ്റ്റ് ഭാഗത്ത് ആമേൻ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ പുറപ്പാട് പുസ്തകം 40-ന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് ലാസ്റ്റ് ഭാഗത്ത് ആമേൻ രാവും പകലും
ദൈവിക സാന്നിധ്യമുണ്ട്. ആമേൻ. പ്രൈസ് പകലില് ആമേൻ പ്രൈസ് മേഘസ്തംഭവും രാത്രിയില് അഗ്നിസ്തംഭവുമായിട്ട് രാവും പകലും ഒരു ദൈവ പൈതലിനോടൊപ്പം ആമേൻ ദൈവിക സാന്നിധ്യം നിൽക്കുകയാണ്. എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഭീതിപ്പെടുന്നത്? ആമേൻ. പ്രൈസ് ലോർഡ്. നിന്റെ വിഷയത്തെ ഓർത്ത് നീ ഭയത്തോടെ ഭാരത്തോടെ ആമേൻ വേദനയോടെ നീ ഇന്നത്തെ പകൽക്കാലമായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് നിന്നോടൊരു ദൂതുണ്ട്. ജോമോൾ ഹല്ലേലൂയ നിന്റെ ഭയം നിന്റെ ഭാരം ആമേൻ ഇറക്കി വെക്കുവാൻ പറ്റിയൊരു സ്ഥാനമാണ് ആമേൻ ദൈവിക കൃപ. ആമേൻ. പ്രൈസ് ലോർഡ്. ആലയം. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ ഹല്ലേലൂയ ആമേൻ ആമേൻ അനുഭവിച്ച ഒരു കാര്യമാണ് രാവിലും പകലിലും ആമേൻ ദൈവിക സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 ഇന്ന് എത്ര പേർ നമ്മുടെ കൂടെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് ഭാരപ്പെടുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ലെന്ന് ചിന്തിച്ച് ആമേൻ ഭയത്തോടും ഭാരത്തോടും ആയിരിക്കുന്ന വ്യക്തിത്വമേ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ജോമോൾ ആര്? ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്വർഗം പറയുന്നു ആമേൻ ചില മാസങ്ങൾ ജുഡമന ഹബ്ദല റഗൽകാന അടഗാ ദഗനി റമനകൾ ശംബല ദലബബ ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ ആമേൻ പ്രൈസ് ദി ലോർഡ് വ്യക്തിപരമായ ജീവിതത്തിൽ നീ ദിവസങ്ങൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക വിഷയത്തിന്മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവിക മഹത്വം ദൈവിക ഇടപെടലുകളും ഈ ദിവസങ്ങളിൽ ഇടപെടാൻ പോകുകയാണ്. ആമേൻ. ഇറങ്ങാൻ പോകുകയാണ്. ചില പ്രത്യക്ഷ വിടുതലുകൾ ആമേൻ പ്രൈസ് ദി ലോർഡ് അനുഭവിച്ചു വരുന്ന ആമേൻ ശത്രുഭയം ആമേൻ പ്രൈസ് ദി ലോർഡ് വിഷയങ്ങൾ ആമേൻ 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 സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിനക്ക് വേണ്ടി കരുതലുമായി ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില കരുതലുകളുമായി ആമേൻ റിഗലബ ശന്തരേ റിഗൽകാന അടഗാനഘട്ടം കരകിൽ വിച്ഛൈന ബബ ആമേൻ നീ വിശ്വസിച്ചാട്ട് ചില കരുതലുകൾ യഹോവയുടെ കരത്തിൽ ആമേൻ നിനക്ക് തരുവാനായി ആമേൻ വെച്ചിരിക്കുന്നു ഉറവകള്. Amen. Praise the Lord. Hallelujah. Amen. Praise the Lord. Hallelujah. Amen. 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 Praise the Lord. Hallelujah. നമുക്കറിയാം. Amen. Praise the Lord. Hallelujah. Amen. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ Amen. Praise the Lord. Amen. Praise 47-ാം അധ്യായത്തിൽ Amen ഒരു നദി പുറപ്പെടുകയാണ്. Amen. ആലയത്തിൽ നിന്ന് ഒഴുകുന്ന നദിയാ. Hallelujah. Amen. ആരും പ്രതീക്ഷിച്ചില്ല. Hallelujah. ഈ നദി Amen ഇവിടെ ഒഴുകി വരുമെന്ന്, ഈ നദി ചിലരൊക്കെ പ്രവർത്തിക്കുമെന്ന്. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. ഈ നദിക്കകത്ത് ചില ആമേൻ വിടുതൽ ആമേൻ ദൈവം ആമേൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ചാവുകടലായി കിടന്നവർ കണ്ടവരൊക്കെ മുഖം തിരിച്ച് കടന്നു പോയപ്പോ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇനി ഈ ആമേൻ ചാവുകടലിന്റെ അരികിൽ ആമേൻ കടന്നു വരണ്ടെന്ന് പറഞ്ഞ് സുല്ലിട്ട് പോയവരൊക്കെ ആമേൻ മടങ്ങി വരത്തക്ക നിന്നെ നിന്ദിച്ച് ആമേൻ പ്രൈസ് നിന്നെ നിന്ന് ആമേൻ അകലം വിട്ട് ആമേൻ പ്രൈസ് ദൂരം വിട്ട് നിന്റെ നന്മ പോലും അപകരിച്ച് അടമന ഹത്തിരി വിൽകൽക്കാന വൈരുവിടോ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ശത്രു കൊട്ടി ഘോഷിക്കുമ്പോൾ ഇന്നത്തെ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറയുകയാണ് ആമേൻ പ്രൈസ് അവിടെ ചില ചലിക്കുന്ന പ്രാണികൾ ഉയരാൻ പോകുകയാ. അവിടെ ചില ചലിക്കുന്ന വിടുതലുകൾ നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ചാവുകടൽ എന്ന് പറഞ്ഞ് ആമേൻ പ്രൈസ് ദി ലോർഡ് ചാവുകടൽ എന്ന് പറഞ്ഞ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മാറ്റി നിർത്തിയിരിക്കുന്ന പ്രത്യക്ഷ വിഷയങ്ങൾ ഹല്ലേലൂയ ദൈവ പൈതലേ നിന്റെ മുൻപിൽ ആമേൻ അത് ജീവനുള്ളതായി തീരാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 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 ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവ പൈതലേ പ്രൈസ് അറിയത്തില്ല ആമേൻ ചത്തി കിടക്കുന്ന ചില വിഷയങ്ങളെ കർത്താവ് പിടിച്ചു കുലുക്കാൻ പോവാ കേട്ടോ. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ പ്രൈസ് 37-ാം അധ്യായത്തിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ പറയുകയാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ അസ്ഥികളെല്ലാം ബന്ധം വിട്ട് കിടക്കുകയാ. ഹല്ലേലൂയ. അസ്ഥികളെല്ലാം ഉണങ്ങി കിടക്കുകയാ. അസ്ഥി താഴ്വരയിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ എഹെസ്കേലിനോട് പറയുകയാണ്, നീ പ്രവചിക്ക്, നീ പറ. പ്രൈസ് ദി ലോർഡ്. ഈ അസ്ഥികൾ ജീവിക്കേണ്ടതിന് നീ പറ. നിന്റെ വിഷയത്തെ നോക്കി ദിവസങ്ങൾ നീ പറയാൻ മടിക്കരുത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. വിഷയത്തെ നോക്കിയൊന്ന് കൽപ്പിച്ചാട്ടെ, വിഷയത്തെ നോക്കിയൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ചത്തി കിടക്കുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ജീവിക്കട്ടെ. ചത്തു കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ആമേൻ ദൈവത്തിന്റെ ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ ആമേൻ വെളിപ്പെട്ട് വരട്ടെ. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ.
ജുഡമന ഹത്തല റീഗൽ കടകന ശമ്പലാതല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വലിയ ചില മുഴക്കങ്ങൾ അവിടെ ഉയർന്നു. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അവിടെ ചില, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ കാണത്തക്ക നിലകളിൽ ചില മുഴക്കങ്ങൾ, ചില കൊടുങ്കാറ്റുകൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഭൂകമ്പങ്ങൾ, ആമേൻ, അവിടെ ആമേൻ തുടരുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നശിപ്പിക്കാനല്ല കേട്ടോ, ആമേൻ, തകർന്ന് കിടക്കുന്നതിനെ ചേർത്ത് വെക്കുവാൻ, ഹല്ലേലൂയ, ബന്ധം വിട്ടു പോയതിനെ അടുപ്പിച്ചു വെക്കുവാൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഉണങ്ങിക്കിടക്കുന്നതിന്മേൽ ജീവൻ പകരുവാൻ. ഹല്ലേലൂയ, ഈ വിഷയത്തിനകത്ത് വിടുതലില്ലെന്ന് ആമേൻ ലോകം നിന്നോട് പറഞ്ഞിരിക്കുന്ന നിന്റെ സർട്ടിഫിക്കറ്റിനെ നോക്കിയിട്ട് പറ, നടക്കാൻ പോവാ. ഹല്ലേലൂയ, അത് നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ നടക്കാൻ പോകുകയാ. ആ മുഴക്കം നിന്റെ മേൽ ഹല്ലേലൂയ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്ന മുഴക്കവും വന്ന ഭൂകമ്പവും ആമേൻ, പ്രൈസ് ദി, നിന്നെ നശിപ്പിച്ചു കളയുന്ന അല്ല, ആമേൻ, ഇല്ലെന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന നിന്റെ വിഷയത്തിന്മേൽ ചില ചലനങ്ങൾ ദൈവം കൽപ്പിക്കാൻ പോകുകയാ. അസാധ്യമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ തന്നിരിക്കുന്ന ഫയല് നീ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിനെ നോക്കി നീ പ്രവചിക്ക്, ഇത് ചലിക്കാൻ പോകുകയാ. നിന്റെ മക്കളെ നോക്കി നീ പ്രവചിക്ക്, ആമേൻ, ജീവൻ പകരാൻ പോകുകയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇനി കുടുംബം മുൻപോട്ടില്ലെന്ന് പറയുമാറ് പിശാച് നിന്നെ അടച്ച് കെട്ടി. ആമേൻ, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നിന്നെ മുൻപോട്ട് വിടത്തില്ല. നിന്റെ തലമുറ അങ്ങനെ തന്നെ ഇരിക്കും. ആമേൻ, ഒരു ഉണങ്ങിയ വൃക്ഷം പോലെ ഇരിക്കുമെന്ന് നിനക്കെതിരെ വാതി കൊട്ടിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ, നീ വിശ്വസിക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചില ചലനങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ചില പ്രത്യേക ദൂതന്മാർ നിന്റെ ഭവനത്തിനകത്ത് ആ ഫയലില്, ആ ശരീരത്തിൽ, ആ വിഷയത്തിൽ തൊടാൻ പോകുകയാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, 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 പ്രൈസ് ദി ലോർഡ്. ഞാന് ജനുവരിയില്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജനുവരി 26-ാം തീയതി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു ദർശനം തന്നു. ആ ദർശനം ഇതാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഒരു വലിയൊരു കേത്ത്, വലിയൊരു വയല്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അതിനകത്ത് കൊയ്യാനായിട്ട് ഞാൻ നിൽക്കുകയാ. അത് കണ്ടിക്കുവാനായിട്ട് ഞാൻ അവിടെ നിൽക്കുക, കന്നീട് സമയം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇത് ഇത്രയും എന്നെ കൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റുമോ? എനിക്കതിന് കഴിവില്ലല്ലോ കർത്താവേ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്റർ എവിടെ പോയി? ഞാൻ തിരിഞ്ഞു നോക്ക്, ഇപ്പൊ പാസ്റ്ററെ കാണാനില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, എന്നെ വിട്ട് നിങ്ങൾ എങ്ങും ഓടിപ്പോകരുത് കേട്ടോ, ഭയങ്കര ഒരു വയല ദൈവം എന്നെ കാണിച്ചിരിക്കുന്നത്. അതെനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല, കൊയ്തെടുക്കാൻ പറ്റത്തില്ല. പാസ്റ്റർ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ലായിരുന്നു, ആമേൻ, കുറച്ചു മാസം കൂടെ ഉള്ളൂ ഇദ്ദേഹത്തെ ദൈവം മാറ്റിയിട്ട് എന്നെ വലിയൊരു പദ്ധതി ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ദൈവവേദലേ, സ്വർഗീയ ദർശനം എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് എന്തെങ്കിലും ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തകർക്കുകയല്ല, ആമേൻ, ആ വാഗ്ദത്തങ്ങളിലൂടെ നിന്നെ ഉയർത്തിയെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം യെഹെസ്കേലിനോട് പറയുക, ഈ അസ്ഥികളെ ജീവിക്കേണ്ടതിന് നീ പ്രവചിക്ക, നീ പറ. ഹല്ലേലൂയ, നിന്റെ വിഷയത്തെ നോക്കി നീ പറ, നിന്റെ മാതാപിതാക്കളെ നോക്കി നീ പറ, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നീ പറ, നിന്റെ ഓഫീസിനെ നോക്കി നീ പറ, നിന്റെ കടബാധ്യതയെ നോക്കി നീ പറ, ആമേൻ, നിന്നെ അപകരിച്ചു കൊണ്ടുപോയ വിഷയങ്ങളെ നോക്കി നീ പറ. ദൈവത്തിന്റെ ചലനങ്ങൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കാണുന്ന ദർശനം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ട്രാക്കിംഗ് നടക്കുന്ന പോലെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ, വലിയ ലൈറ്റുകൾ ഇങ്ങനെ കത്തി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, വലിയ, ആമേൻ, നമ്മുടെ അറൗണ്ട്, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇന്ന് എത്ര പേർ കയറിയിരിക്കും ഞാൻ അറിയുന്നില്ല. എന്നാൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, അത്രയും ഭാഗങ്ങളിൽ ഈ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിക്കാമോ? നിന്റെ കുടുംബത്തിനകത്ത് ചില വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഈ 9-ാം മാസത്തിൽ ദൈവത്തിന്റെ ആലോചന നിന്നോട് അറിയിക്കുകയാ ദൈവ പൈതലേ. ഹല്ലേലൂയ. എന്നിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, അസ്ഥിയോട് യോജിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അസ്ഥിയോട് യോജിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്മേൽ മാംസം വന്നു, അതിന്മേൽ വെയിൻ വന്നു, അതിന്മേൽ തൊലി വന്നു. അതൊരു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒരു രൂപമായി തീർന്നു. ഇതിനു മുമ്പ് കണ്ട രൂപമല്ല ഇപ്പൊ. എസെക്കിയേൽ പോലും ഭയപ്പെട്ടു പോയി, ഈ അസ്ഥിത്താഴ്വരയിൽ എന്ത് നടക്കാനാണെന്ന്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തെ നോക്കി നീ ഭയപ്പെട്ട് നിൽക്കുകയാണോ? ആമേൻ, ഇത് നടക്കത്തില്ല, ആമേൻ, ഇതിന് എന്തെങ്കിലും പോംവഴിയുണ്ടോ? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, നടക്കും.
ആമേൻ. പോസിറ്റീവ് പറഞ്ഞാട്ട് എല്ലാ നെഗറ്റീവ് ശബ്ദങ്ങളും ആമേൻ ഭവനത്തിനകത്തുനിന്ന് ഔട്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നെഗറ്റീവ് ശബ്ദങ്ങൾ നമ്മുടെ ഭവനത്തിനകത്ത് വെളിപ്പെടരുത്. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന് വരരുത്. ഹല്ലേലൂയ. നമ്മൾ പോസിറ്റീവ് പറഞ്ഞാട്ടെ. സ്വർഗത്തിലെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആമേൻ. അല്പം കഴിഞ്ഞപ്പോൾ കാറ്റിനോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. കാറ്റിനോട് അദ്ദേഹം പ്രവചിച്ചു. ആമേൻ. കാറ്റിനോട് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ശ്വാസം അതിന്മേൽ വന്നു. ഒരു സൈന്യ താഴ്വരയായി മാറി. അല്പം മുമ്പ് അസ്ഥി താഴ്വരയായി ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളായി കിടക്കുമ്പോൾ ഹല്ലേലൂയ അല്പ മിനിറ്റുകൾ അല്പസമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സൈന്യമായിട്ട് മാറുകയാ. ഹല്ലേലൂയ. നിന്റെ കുടുംബം, നീ ഒരു കുടുംബം, നിന്റെ കുടുംബത്തിനകത്ത് ചില സൈന്യങ്ങൾ ഉയരാൻ പോവുകയാണ്. ആമേൻ. നടക്കത്തിൽ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് സൈന്യമായി പലതും ഉയരാൻ പോകുകയാ. ആമേൻ. ഫെബാസിസ്റ്റെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ ആമേൻ ഉചിത സമയം, ദൈവത്തിന്റെ തക്ക സമയം എത്തിക്കഴിഞ്ഞിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. 24 അവസാനിച്ചിട്ടില്ല, ഇനിയും ഉണ്ട്. ആമേൻ. 184 ദിവസമെങ്കിലും ഇനി ബാക്കി കിടപ്പുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ എവിടെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തങ്ങൾ എവിടെങ്കിലും നിനക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ നീ ഇത് പ്രവർത്തിക്ക എന്ന് നീ പറ. ദൈവം അത് പ്രവർത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 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 ആലയത്തിലാ നിന്റെ നിപ്പ്. നിന്നെ തഴയ്ക്കാൻ അവിടെ നിർത്തിയിരിക്കുന്ന ആലയത്തിൽ കൂടി ഒഴുകി വരുന്ന വെള്ളം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ അരാബാ കടലിൽ വന്നപ്പോൾ, ഈ ചാവ് കടലിൽ വന്നപ്പോൾ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടായി. ആമേൻ. അവിടെ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിവിധ തരം മുട്ടകൾ ഇടുന്ന ആമേൻ മത്സ്യങ്ങള്. ആമേൻ. പ്രൈസ്. അനേക ജാതിയായി ആമേൻ. പ്രൈസ് കൂട്ടമായി ആമേൻ സമുദ്രം ആമേൻ നിറയുവാൻ തുടങ്ങി. അത് മാത്രമല്ല, അതിന്റെ ഇരു കരകളിലും ആമേൻ വൃക്ഷങ്ങൾ നിൽക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ കാണാൻ ചന്തമുണ്ട്, ഇപ്പോൾ കാണാൻ ഭംഗിയുണ്ട്. ഹല്ലേലൂയ. ആരും കടന്നു വരാതെ എല്ലാവരും പുച്ഛിച്ചിട്ടിരിക്കുന്ന ഈ അരബാ കടൽ, ഈ ആമേൻ ചാവ് കടൽ, ആമേൻ പ്രൈസ് ദി ലോർഡ്, അതിനുള്ളിൽ ജീവൻ വരികയാണ്. ഹല്ലേലൂയ. ചത്തതുപോലെ കിടക്കുന്ന നിന്റെ ഭവന മണ്ഡലങ്ങൾക്കകത്ത് ചത്തതുപോലെ കിടക്കുന്ന ചില വിഷയങ്ങൾ ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവ പൈതലേ അത് ചലിക്കാൻ പോകുകയാ. ആമേൻ. പലതും ചലിക്കാൻ പോകുകയാ, പലതും ചലിച്ചടങ്ങാൻ പോകുകയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലതും ചലിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ജീവനില്ലാതെ കിടക്കുന്ന പലതും ആമേൻ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്ന ദർശനം. ആമേൻ. ചത്തതുപോലെ നിന്റെ വിഷയം, നിന്റെ പൈതലിന്റെ വിഷയം, നിന്റെ കുടുംബ വിഷയം, ആമേൻ നിന്റെ ഭർത്താവിന്റെ വിഷയം, ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാല് കോണിലായി ഇരിക്കുന്ന ആമേൻ പ്രൈസ് ദി അവസ്ഥകള് അതെല്ലാം മാറാൻ പോകുകയാ. ആമേൻ. പ്രൈസ്. ആമേൻ. 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 ചലിക്കുന്ന പ്രാണി, വിവിധ തരം ആമേ മുട്ടകൾ ഇടുന്ന ആമേ വിവിധ തരത്തിലുള്ള ആമേ മത്സ്യങ്ങൾ അതിനകത്ത് കടന്നു വന്നു കേട്ടോ. ഹല്ലേലൂയ. ഇതുവരെ മുഖം തിരിക്കുന്ന ഇന്നവരൊക്കെ വരാൻ തുടങ്ങി പതുക്കെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയവരൊക്കെ മടങ്ങി വരാൻ തുടങ്ങി. ആമേൻ. നിന്നെ വേണ്ട, ആമേൻ നിന്റെ കുടുംബത്തെ വേണ്ട, ആമേൻ നിന്റെ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ആമേൻ കൈ കെട്ടി ആമേൻ നിന്നെ ഉപേക്ഷിച്ചു പോയതൊക്കെ മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ പൈതലേ. ആമേൻ. 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 ഇന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന പെൺകുഞ്ഞിന് ആമേൻ പ്രൈസ് ഞാൻ അവൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആമേൻ പ്രൈസ് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പല കാര്യങ്ങള് ശുശ്രൂഷ മണ്ഡലങ്ങളെ ആമേൻ ആദ്യത്തെ 3 വർഷത്തെ ആമേൻ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആ സെറ്റപ്പ് കഴിഞ്ഞിട്ട് ആമേൻ 4ാം വർഷം സ്റ്റാർട്ടിങ്ങിൽ ഹല്ലേലൂയ കർത്താവിന്റെ പ്രത്യേക ഒരു ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഗൈഡൻസിലൂടെ ദൈവം ആമേൻ അങ്ങനെ 2 സ്റ്റെപ്പുകളിലൂടെ ശുശ്രൂഷ മേഖലകളെ ദൈവം തിരിച്ചുവിടുന്നതായിട്ട് പരിശുദ്ധാത്മാവിനോട് ഇടപെടാൻ തുടങ്ങി. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ശുശ്രൂഷ ആമേൻ ഏൽപ്പിച്ചിട്ടുണ്ട്.
ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം ഹല്ലേലൂയ വലിയ ഇടങ്ങളിൽ ആമേ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധത്തിൽ കിടക്കുന്ന ചില ബന്ധങ്ങളും ബന്ധുതകളും അടവന ഹത്തര റേഗൽ കടകല ഗച്ഛസ്യ ആമേ ദൂരങ്ങളിൽ നിന്ന് കടന്നു വന്ന് ആമേ മാടി വിളിക്കുന്ന ചില ആമേ പ്രത്യക്ഷ ആമേ അനുഗ്രഹങ്ങള് ശുശ്രൂഷ മേഖലകള് ആമേ പ്രൈസ് വിവാഹ വേദികള് തുടവന ഹത്തരെ റീകത്തര വ്യത്യസ്യ ലവപ്പാന ഒക്കെ കർത്താവ് കൈനിറയെ നൽകുന്ന ഒരു ഭാഗം ദൈവത്തിന് ആത്മാവ് ഇടപെടുകയാണ്. ഭാവി ഏറ്റവും അനുഗ്രഹമായി ശുശ്രൂഷ വേലയില് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേ കൂടെ നിൽക്കത്തക്ക നിലയിൽ തണല് തരത്തക്ക നിലകളിൽ ആമേൻ പ്രൈസ് വ്യക്തിയെ കൊണ്ടുവരും. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം തേടി ചെല്ലണ്ട ആമേൻ പ്രൈസ് ഇങ്ങോട്ട് വരുന്ന ചില ബന്ധങ്ങൾ കടന്നു വരുന്നുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ആദ്യത്തെ 3 വർഷത്തിന് ശേഷം 4ാം വർഷം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രത്യേക വിടുതലോടുകൂടി ആ പ്രിയ പെൺപൈതലിനെ ദൈവം മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇപ്പോൾ ആമേൻ പ്രൈസ് ഈ അരാബത്ത് കടലിന്റെ ആമേൻ ഇരു കരകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ആമേൻ അകത്ത് കിടക്കുന്ന മത്സ്യങ്ങൾ ഇവയെ കണ്ടപ്പോൾ എൻ ഗതി മുതൽ എൻ എഗ്ലി തക് വരെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ മച്ചുവാര വരാൻ തുടങ്ങി, മീൻപിടുത്തക്കാർ വരാൻ തുടങ്ങി. ഹല്ലേലൂയ ആമേൻ അവർ മീൻ പിടിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയവരൊക്കെ മടങ്ങി വരും കേട്ടോ. ഹല്ലേലൂയ ഇല്ലെന്ന് പറഞ്ഞ് ഉൾസ്റ്റോപ്പിട്ടതൊക്കെ ദൈവം തിരിച്ചു തരുമെന്ന്, നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയതൊക്കെ ദൈവം മടക്കി തരുമെന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിശ്വസിക്കാമെങ്കിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം നീ കാണാൻ പോകുകയാ. ഹല്ലേലൂയ ഏത് രോഗത്തിനും ഉതകുന്ന ഇലകള് ആമേൻ ഏതിനും ആമേൻ ഭക്ഷിക്കാവുന്ന ആമേൻ ഭക്ഷ്യ വസ്തുക്കള് എല്ലാം കൊണ്ട് നിറഞ്ഞ് ആമേൻ പ്രൈസ് ഇന്ന് അരാബ കടലും അതിന്റെ ചുറ്റുപാടും ആമേൻ ആലയത്തിൽ നിന്ന് ഒഴുകിയ നദി മുഖാന്തരം ആമേൻ അവ ചലിക്കുന്നതായി തീർന്നു. ആമേൻ ദൈവ പൈതലേ ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ആമേൻ പ്രൈസ് ഇതിനകത്ത് സ്നേഹ എന്ന് പറയുന്നത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തെ കൊണ്ട് അസാധ്യമില്ല. ഹല്ലേലൂയ നിന്റെ വിഷയങ്ങളെ കർത്താവ് കോർത്തിണക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആമേൻ പ്രൈസ് ദി ലോർഡ് നിന്റെ വിഷയത്തിന് മറുപടി ദൈവം കോർത്തിണക്കി കൊണ്ടുവരുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മത്തായി സുവിശേഷം 15:32 ആമേൻ നാം കാണുന്നുണ്ട് യേശുവും കൂട്ടരും ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ അവർ ആമേൻ ആലോചന കേട്ടുകൊണ്ടിരിക്കുക. ആമേൻ യേശുവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക. 3 ദിവസമായി ആമേൻ തളർന്നു പോയി. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യേശു ഇപ്പോൾ പറയാണ് ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. ഹല്ലേലൂയ എവിടെ ചെന്ന് ഭക്ഷണം കൊണ്ടുവരും? ആമേൻ ആയിരങ്ങളായിരിക്കുന്നത്. ആമേൻ പ്രൈസ് എവിടെയാ പോകേണ്ടത്? ആമേൻ പ്രൈസ് നിങ്ങളുടെ പക്കൽ എന്താ ഉള്ളത്? ഹല്ലേലൂയ ആമേൻ പ്രൈസ് ഉള്ള അല്പത്തെ കൊണ്ടുവന്നാൽ അത് അധികമാക്കി തരുന്ന ദൈവം. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചിലരുടെ ബാങ്കിന്റെ ചില കെട്ടുകൾ എനിക്കറിയത്തില്ല ആരെയോടാ സംസാരിക്കണേ. ബാങ്ക് വഴി നടക്കേണ്ട ചില ക്രയവിക്രയങ്ങൾ തടയപ്പെട്ട് കിടക്കുന്നുണ്ട്. ആമേൻ പരിശുദ്ധാത്മാവ് പറയാണ് അത് റിലീസ് ചെയ്യുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ 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 യേശുവിന്റെ കയ്യിലേക്ക് ആമേൻ അല്പമായതിനെ കൊണ്ടുവന്ന് കൊടുത്തു. ആ അല്പത്തെ എന്റെ യേശു അത് മുറിച്ചു. ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ ദൈവ പൈതലേ എന്നെയും നിന്നെയും ദൈവം ചില സമയങ്ങളിൽ ഒന്ന് മുറിക്കും. ആമേൻ എന്തിനാണെന്നറിയാമോ? തഴയ്ക്കാനാ, നീ വളരാനാ. മുറിയുന്നില്ലെങ്കിൽ വർദ്ധിക്കത്തില്ല. ആമേൻ പ്രൈസ് മുറിച്ചപ്പോൾ അത് വർദ്ധനവ് തുടങ്ങി. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ യോഹന്നാന്റെ സുവിശേഷം 15:10 പറയുന്നുണ്ടല്ലോ ചെത്തി വെടിപ്പാകും. ചെത്തുന്നത് തഴയ്ക്കാനാ, പുതിയ കിളിർപ്പുകൾ വരാനാ. ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ ചില പുതിയ കിളിർപ്പുകൾക്ക് വേണ്ടി ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവം ചിലതിനൊക്കെ ചെത്തിയിട്ടുണ്ടെങ്കിൽ അത് ആമേൻ കിളിർക്കും, അത് പടർന്ന് അത് പന്തലിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ഏത് കാട്ടിലായിരുന്നാലും നീ യേശുവിനോടൊപ്പമാണെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് നിനക്ക് പരിതാപപ്പെടാൻ ഹല്ലേലൂയ കാരണങ്ങളില്ല. ആമേൻ ഏത് കാട്ടിലായിരുന്നാലും ഏത് ആമേൻ പ്രൈസ് സ്ഥലത്തായിരുന്നാലും നീ യേശുവിനോടൊപ്പമാണോ ദൈവ പൈതലേ നീ ആമേൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ ആമേൻ ആമേൻ അധികം ഫലം കഴിക്കേണ്ടതിന് ആമേൻ ചെത്തി വെടിപ്പാക്കുന്ന ഒരു സ്വർഗം. ഹല്ലേലൂയ അധികം നിന്നെ ഫലപ്പെടുത്തുവാൻ ചിലതൊക്കെ ചെത്തിയിട്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതിലൂടെ ചില പുതിയ കിളിർപ്പുകൾ ആമേൻ പ്രൈസ് ദി ലോർഡ് കടന്നു വരത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് ആമേൻ ഇടപെടുകയാ. ഹല്ലേലൂയ ഏത് കാട്ടിലായിരുന്നാലും വിശ്വസിക്കാമോ? യേശുവിനോടൊപ്പമാണോ? യേശുവിനോടൊപ്പമാണോ നീ? ആമേൻ യേശുവായിട്ടാണോ നീ ജീവിക്കുന്നത്? ഹല്ലേലൂയ ദൈവ പൈതലേ നിന്നെ അറിയുന്ന ഒരു സ്വർഗം ആമേൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആലയത്തിലാണെങ്കിൽ നീ തഴയ്ക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ലുധിയാനയിൽ, പഞ്ചാബില് ലുധിയാനയില് ഒരു സർദാർജിയുടെ വീട്ടിൽ ഞാൻ ഇരിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഞാൻ ഇരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 13:14 വാക്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആമേൻ. പ്രൈസ്. ഉൽപ്പത്തി 13:14. ആമേൻ. ലോത്ത് വിട്ടുപിരിഞ്ഞ ശേഷം ആമേൻ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുക. നീ തലപൊക്കി, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇടത്തോട്ടും വലത്തോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നിന്റെ ദൃഷ്ടി ചെല്ലുന്ന സ്ഥലമൊക്കെ ആമേൻ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഒന്നുമില്ല, സന്തതിയില്ല, പക്ഷെ സ്വർഗം ആമേൻ പറയുക ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് ആമേൻ. പ്രൈസ്. അതിനടുത്തതും കൂടെ കാണിച്ചാട്ടെ. 15 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 ഇത് പറഞ്ഞ് ആമേൻ ഇരുന്നിട്ട് അതിനടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, നീ ആമേൻ. പ്രൈസ് എഴുന്നേറ്റ് നെടുകയും കുറുകയും നടക്ക. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെടുകയും കുറുകയും. അടുത്ത 17 ആണെന്ന് തോന്നുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, അത് ഞാൻ നിനക്ക് തരും. ആമേൻ. നിന്റെ വിഷയത്തിനകത്ത് നീ നെടുകയും കുറുകയും നടക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വിഷയം ഒന്ന് ചലിക്കട്ടെ. ഹല്ലേലൂയ. നീ ഒന്ന് വിഷയത്തിനകത്തും നെടുകയും കുറുകയും നടന്നാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ആമേൻ. വിശ്വസിക്കാമോ? ദൈവ പ്രവൃത്തി ആമേൻ. പ്രൈസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പല കുടുംബങ്ങളിലും ഞാൻ കാണുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ആമേൻ കടന്നു ചെന്നിട്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലതിനെയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ആമേൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന പലതിനെയും പൊളിച്ചിട്ട് ആമേൻ അതിനെ കഴിവുള്ളതാക്കി മാറ്റി, അതിനെ ശക്തിയുള്ളതാക്കി മാറ്റി, അതിനെ വീര്യമുള്ളതാക്കി മാറ്റി ആമേൻ മുൻപോട്ട് കൊണ്ടുവരുന്നു. ഈ വചനം ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ മുമ്പിൽ നിന്ന് ആ സർദാർജി കുടുംബവും മുഴുവനും, ഒരു അപ്പനും അമ്മയും 3 കുഞ്ഞുങ്ങളും അവരെഴുന്നേറ്റ് പോയി. വാസ്തവത്തിൽ ഞാൻ ധരിച്ചിരുന്നു. ഞാൻ ഓർത്ത്, കർത്താവേ, എനിക്ക് പഞ്ചാബി പറയാൻ അറിയത്തില്ല, ഹിന്ദി അറിയത്തുള്ളല്ലോ. ആമേൻ. പ്രൈസ്. ഞാൻ പറഞ്ഞത് ഇവർക്ക് മനസ്സിലായിട്ടില്ല തീർച്ചയായിട്ടും. ആമേൻ. അതുകൊണ്ടാണ് ഇവർ എഴുന്നേറ്റ് പോയത്. കുറച്ച് സമയം, അല്പസമയം ഞാൻ ഇങ്ങനെ എഴുതും, ഇവര് വരുമോ വരത്തില്ലയോ. ആ പാടെ ഞാൻ എനിക്കൊരു അങ്കലാപ്പ് വൃക്കയായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് ഞാനൊന്ന് കൈ കൊട്ടിയിട്ട് പറഞ്ഞു, എല്ലാവരും വരാൻ പറഞ്ഞു. എന്നിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകരുത്, അപ്പൊ ആ ദൈവിക പ്രസൻസ് വിട്ടുപോകും, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യരുതെന്ന് പറഞ്ഞ ആ മോൻ എന്നോട് പറയുകയാണേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആന്റി അല്ലയോ പറഞ്ഞത് ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിഷയത്തിൽ നെടുകയും കുറുകയും നടക്കണമെന്ന്. ഞങ്ങളും ഞങ്ങളുടെ വിഷയത്തിൽ നെടുകയും കുറുകയും നടക്കാൻ പോയതാണ്. ഹല്ലേലൂയ. പ്രൈസ്. എനിക്ക് അത്രത്തോളം വിശ്വാസമൊന്നും അന്നേരം വന്നില്ല. ആമേൻ. പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്ന നമ്മൾ ഹല്ലേലൂയ അറിയുന്നില്ല അവിടെ എന്താ നടക്കുന്നതെന്ന്. ഹല്ലേലൂയ. വിഷയത്തിൽ സഞ്ചരിച്ച ആ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ 3 മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ആമേൻ ഏത് വിഷയത്തിൽ അവർ നടന്നു, ആ വിഷയത്തിനകത്ത് ഒരത്ഭുതം നടക്കുന്നത് ആമേൻ കാണുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദൈവ പൈതലേ, ആമേൻ നിനക്ക് മുൻപിൽ നിൽക്കുന്ന എത്ര വലിയ ആമേൻ കഠിനമായ വിഷയമായിരുന്നാലും ആമേൻ നീ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ ഒന്ന് നെടുകയും കുറുകയും നടന്നിട്ട് പറഞ്ഞാട്ടെ, ഇത് ജീവിക്കാൻ പോകുക, ഇത് നടക്കാൻ പോകുക, ഇത് ശക്തിപ്പെടാൻ പോകുക. ദൈവം എനിക്ക് ശാശ്വതമായി തന്നിരിക്കുന്നതാണ്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. ചുടമനഹത്തലെ റീഗന്ധല വച്ചസ്യാലവപ്പാന. ഹല്ലേലൂയ. നമ്മുടെ സ്ഥാനം ആലയത്തിലാണെങ്കിൽ നാം ആമേൻ ഉണങ്ങത്തില്ല. ഹല്ലേലൂയ. ആലയത്തിനകത്താ നീ ഇരിക്കുന്നതെങ്കിൽ നീ ഉണങ്ങിപ്പോകത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നീ തഴച്ചു വളരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ ദാവീദിന് പറയാനുള്ളത് ആമേൻ ഞാൻ ഇരിക്കുന്നത് ആലയത്തിനകത്താ. ശൗൽ അവിടെ വളരെ ശക്തിയോടെ പോരാടുന്നുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. പുരോഹിതന്മാരെ പിടിച്ചവൻ കൊന്നുകളഞ്ഞു 85 പേരെയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലേക്കിൻ എനിക്കതൊരു വിഷയമല്ല. ഞാൻ ആലയത്തിലായി ഇരിക്കുന്നത്. ഞാൻ തഴയ്ക്കും, ഞാൻ തഴയ്ക്കും. കാരണം നിയോഗം എന്റെ മേൽ കിടപ്പുണ്ട്. ചുടമനഹത്തരെ റീഗന്ധര വെട്ടസ്യാലവപ്പാന വൈരുമിടപരമലഹത്തരെ. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ വിശ്വസിക്കാമോ? ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ആമേൻ പടിപടിയായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ആമേൻ ഇത് തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷമാ. ഹല്ലേലൂയ. ആമേൻ. സാധാരണ രീതിയിൽ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ഉണങ്ങിപ്പോകേണ്ടതാ. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഈ ഒലിവ് വൃക്ഷം പറയുകയാണ് ഞാൻ തഴച്ചിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറയുക ആമേൻ ഞാൻ ആ ഒലിവ് വൃക്ഷത്തോട് ആമേൻ ഉപമിച്ച് പറയും, ഞാൻ തഴച്ചിരിക്കുക, ഞാൻ ആലയത്തിലാണ് തഴച്ചിരിക്കുന്ന ആ ഒലിവ് വൃക്ഷം പോലെയാണ് ഞാൻ.
ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് മണ്ടത്തരമാ ദാവീദേ പറയുന്നത്? ഇത്ര വലിയ പ്രശ്നങ്ങള്, നീ കാട്ടിലും ഗുഹയിലും വനാന്തരങ്ങളും ഓടി നടക്കുകയല്ലേ, നീ എവിടെ തഴച്ചിരിക്കുന്നത്? അവൻ അറിയാ, ഹല്ലേലൂയ, ഞാൻ ആരാണ്. ഹല്ലേലൂയ, അഭിഷേകം എന്റെ മേലുണ്ട്. ഞാൻ ബാലനായിരുന്നപ്പോ എന്റെ സഹോദരന്മാരുടെ മുൻപിൽ ആമേൻ അഭിഷേകം ചെയ്തതാണ് എന്നെ രാജാവായിട്ട്. അത് നടക്കും. നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ 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 ആമേൻ, പ്രൈസ് ദി ലോർഡ്, അത് നടക്ക തന്നെ ചെയ്യും. ആമേൻ, ഫലം കായ്ക്കും നീ. ആമേൻ, ഫലം കായ്ക്കും. ആമേൻ, നീ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ആമേൻ, നിന്റെ ഫലം ആരും തട്ടിയെടുക്കത്തില്ല. നീ ആമേൻ ആമേൻ ക്ഷീണിച്ചു പോകത്തില്ല, നീ ഉണങ്ങി പോകത്തില്ല, നീ വാടിപ്പോകത്തില്ല, നിരാശയ്ക്ക് സ്ഥാനമില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, 128 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ, എനിക്ക് ചുറ്റും, ആമേൻ, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ എന്റെ കുഞ്ഞുങ്ങളായിരിക്കുമെന്ന്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഒരു ഒലിവിന് ചുറ്റോട് ചുറ്റും 12 തൈകളെങ്കിലും ഉണ്ടാകുമെന്നാ പറയുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, തൈകളെ കുറിച്ച് പറയുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്, തലമുറകള്, നിനക്ക് തലമുറ ഇല്ലാതെ പോകത്തില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫലപ്രദമായ മുന്തിരി മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ദൈവ പൈതലേ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ മക്കൾക്ക് തലമുറ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവ പൈതലേ, ഞാൻ നീ വിശ്വസിക്കാമോ? ഹല്ലേലൂയ. എന്റെ പൈതലിന് 8 വർഷം കുഞ്ഞുങ്ങളില്ല. ആമേൻ, ഇത് ഉണ്ടാകത്തില്ല. ആമേൻ, മുഖത്ത് നോക്കി ഞാൻ ശുശ്രൂഷിക്കുന്ന പലരും, ആമേൻ, പ്രൈസ്, ആമേൻ, പ്രൈസ്, പലരും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ആമേൻ, പ്രൈസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് നടക്കുന്നില്ല? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഞങ്ങൾ താമസിക്കുമ്പോൾ, ആമേൻ, പ്രൈസ്, ഞങ്ങളുടെ മക്കൻ വാലിക്ക് 9 വർഷമായി കുഞ്ഞുങ്ങളില്ല. ആമേൻ, ഹിന്ദുക്കളാ. അവർ ഞങ്ങളോട് പറഞ്ഞ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ 12 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 12 മണിയാകുമ്പോൾ വരും. വെറും 5 മിനിറ്റ് ഒന്നും ഞങ്ങൾ സംസാരിക്കത്തില്ല. അവിടെ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കും. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. 40-ാം ദിവസം ഹല്ലേലൂയ റിപ്പോർട്ട് വന്നു, ഹല്ലേലൂയ, അവർ കൺസീവ് ആയെന്ന്. ഈ സമയം 40 ദിവസവും ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു, അതിന് കുഞ്ഞുങ്ങളില്ല. ആമേൻ, പ്രൈസ്. ഇവര് കുടുംബമായിട്ട് മേളിലോട്ട് വരുമ്പോ ഇവളും വന്ന് പുറത്തു വന്ന് നിൽക്കും, അകത്ത് വരത്തില്ലായിരുന്നു. പക്ഷെ അവളും, ആമേൻ, പ്രൈസലോ, കുഞ്ഞുങ്ങളായി. ഹല്ലേലൂയ, ആമേൻ, പ്രൈസലോ. ദൈവത്തെ കൊണ്ട് കഴിയാത്ത കാര്യമില്ല. ആമേൻ, ദൈവം തരാൻ വിശ്വസ്തനാ. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുക. ആമേൻ, പ്രൈസലോ. ലോകം പറയും നടക്കത്തില്ലെന്ന്, ഡോക്ടർമാർ പറയും നടക്കത്തില്ലെന്ന്, വിധി പറയും നടക്കത്തില്ലെന്ന്, എന്നാൽ സ്വർഗം പറയും ഓക്കേ. ഹല്ലേലൂയ. ദൈവം എഗ്രിയായി കഴിഞ്ഞാൽ നിന്റെ വിഷയത്തിൽ പിന്നെ നിനക്ക് ഭയപ്പെടുവാനും ചഞ്ചലിക്കുവാനുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ, പ്രൈസ് ദി ലോർഡ്. നീ മരുഭൂമിയിലാണെന്നൊന്നും നീ ആമേൻ ചിന്തിക്കേണ്ട കേട്ടോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തഴച്ചിരിക്കുന്ന ഒരു ഒലിവ് വൃക്ഷം. ആമേൻ, മരുഭൂമിയിൽ ആമേൻ ഹാഗർ കടന്നു വന്നു. ഇനി എനിക്ക് കുട്ടിയുടെ ആമേൻ മരണം കാണണ്ട എന്നൊക്കെ പറഞ്ഞ് നിരാശ ശബ്ദങ്ങൾ മുഴക്കുമ്പോൾ, ആമേൻ, പ്രൈസ്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ആമേൻ, ഹാഗരേ, നിനക്കെന്ത്? ആമേൻ, ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്ക്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, പ്രൈസ്, നിയോഗം കിടക്കുന്ന ബാലൻ, ആമേൻ, പ്രൈസ്, ദൈവം ദൃഷ്ടി കൊണ്ട് കണ്ടിരിക്കുന്ന അബ്രഹാമിന്റെ സന്തതി ഉഴലുവാൻ ദൈവം സമ്മതിക്കത്തില്ലെന്നേ. പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന ഞാനും നീയും, ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന ഞാനും നീയും, ഹല്ലേലൂയ, പ്രൈസ്, ഉഴന്ന് നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ആ മരുഭൂമിക്കുള്ളിൽ ആമേൻ, പ്രൈസ്, തഴക്കേണ്ടതിന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരെ ബലപ്പെടുത്തേണ്ടതിന് ദൈവം ഒരു ഉറവയെ കൊടുത്തു. ഹല്ലേലൂയ. അവർ അത് കുടിച്ചു. ആമേൻ, പാറാൻ മരുഭൂമിയിൽ അവർ വസിച്ചു. ഒരു കുടുംബസ്ഥനായി തീർന്നു. ഇന്ന് വലിയൊരു ജനസമൂഹമായി തീർന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ തഴപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആലയത്തിനകത്ത് പുഷ്ടിയുണ്ട്. യിരെമ്യാ പ്രവചനം 31-14 വാക്യത്തിൽ ആമേൻ ഇപ്രകാരം പറയുകയാണ്, ആലയത്തിലെ പുഷ്ടി. ആമേൻ, യിരെമ്യാ 31-14. ആമേൻ, പ്രൈസ്, ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് ആമേൻ തണുപ്പിക്കും. എന്റെ ജനം എന്റെ നന്മ കണ്ട് തൃപ്തി പ്രാപിക്കും. ഹല്ലേലൂയ. ആലയത്തിൽ പുഷ്ടിയുണ്ട്, നീ പുഷ്ടിപ്പെടും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓങ്ങിയും ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, എന്തോ പറയുന്നത്, ഞഞ്ഞൂല് പോലൊന്നും നിന്നെ ഇരുത്തത്തില്ല ദൈവം. പുഷ്ടിയുള്ളവനാക്കി നിന്നെ മാറ്റും. ഹല്ലേലൂയ. എവിടേക്ക് നിന്റെ ജീവിതത്തിൽ പുഷ്ടി വരണമോ, ഹല്ലേലൂയ, നീ ആമേൻ വിഷയത്തെ നോക്കി പറ.
ആമേൻ ആ വിഷയത്തിൽ പുഷ്ടി വരട്ടെ. ആമേൻ പ്രൈസ്. നിന്റെ കുടുംബത്തിൽ പുഷ്ടി വരട്ടെ, നിന്റെ സമ്പത്തിൽ മേൽ പുഷ്ടി വരട്ടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പുഷ്ടി വരട്ടെ, ബുദ്ധിയിന്മേൽ പുഷ്ടി വരട്ടെ. ഹല്ലേലൂയ. നീ ആലയത്തിലും ആമേൻ ദൈവിക പ്രസൻസിന് അകത്താകുമ്പോൾ ഹല്ലേലൂയ പുഷ്ടി അവിടെ ഉണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 29 അധ്യായം. ഇയ്യോബ് 29 അതിന്റെ 19ഉം 20ഉം വാക്യം. ഇയ്യോബ് 29, 19, 20 വാക്യം. ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു, എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപാർക്കും, എന്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കും, എന്റെ വില്ലും എന്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരായി പറയുന്നത്? ഇയ്യോബ്. ആമേൻ പ്രൈസ്. ഇയ്യോബ് പറയുക, ആമേൻ എന്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. 29 ആരംഭം മുതൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ആമേൻ കർത്താവേ അയ്യോ ആ പണ്ടത്തെ നാൾ പോലെ എന്റെ നാളായിരുന്നെങ്കിൽ എന്നൊക്കെ അനേക കാര്യങ്ങൾ പരാതി പോലെ പറഞ്ഞിട്ടും ആമേൻ അവസാനം അവൻ വന്ന് പറയുക, എന്റെ പേര് എനിക്കറിയാം ഞാൻ എന്തായി തീരാൻ പോകുക. എന്റെ പേര് ആമേൻ എന്റെ സഹോദരങ്ങൾ പറയുന്നത് പോലെ, എന്റെ മിത്രങ്ങൾ പറയുന്നത് പോലെ അല്ല. ഞാൻ ഉണങ്ങി വരണ്ടിരിക്കാൻ അല്ല ആഗ്രഹിക്കുന്നത്. പ്രത്യുത എന്റെ പേര് ആമേൻ വെള്ളത്തോളം പടർന്നുകൊണ്ടിരിക്കുകയാ. ഞാൻ പുഷ്ടിപ്പെടുവാൻ ഹല്ലേലൂയ പ്രൈസ് ഞാൻ തഴയ്ക്കുന്ന ഒരു ഒലിവ് വൃക്ഷം പോലെ ആയിത്തീരുവാൻ എന്റെ പേര് ആമേൻ വെള്ളത്തോളം പടർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിലേക്ക് ആമേൻ പ്രൈസ് ദി ലോർഡ് നിന്റെ വേരുകൾ ഒന്ന് പടർന്നു ചെല്ലട്ടെ. ഹല്ലേലൂയ. നീ ഒന്ന് പുഷ്ടിപ്പെടട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ പ്രൈസ് എല്ലാ കച്ചടകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. പുഷ്ടിയില്ലാതെ ഉണക്കി കരിച്ചു കളയുന്ന സകല ആമേൻ അന്യായ ബന്ധനങ്ങളും അടമന ഹക്ഷസ്യ ലവപ്പാന നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്നും നന്മ തരുത്തില്ലെന്നും വാതി കെട്ടി ആമേൻ പറഞ്ഞ് നിനക്കെതിരെ എന്തേറ്റു നിൽക്കുന്ന ആ ബന്ധന ശക്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു, ഭത്സിക്കുന്നു. ചൂടമനഹത്തറെ റീഗന്ധർവ്യസ്യ. ആമേ ഇയ്യോബിന് ചുറ്റുപാട് നോക്കിക്കേ, ഒന്നുമില്ല. മക്കളുണ്ടായിരുന്നത് പോയി, ആമേൻ ധനവും സമ്പത്തും എല്ലാം പോയി, ആമേൻ വീടുണ്ടായിരുന്നതൊക്കെ പോയി, എല്ലാം നശിച്ചു. ആമേൻ പ്രൈസ്. ഒട്ട് കഷണം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയ്യോബ് ഇപ്പൊ വിളിച്ചു പറയുക, എന്റെ വേര് പടർന്നു ചെല്ലുന്നത് വെള്ളത്തോളമാണ്. അവന്റെ അകത്തെ പ്രത്യാശ. ഹല്ലേലൂയ. അകത്ത് കിടക്കുന്ന പ്രത്യാശ. ഹല്ലേലൂയ. ദൈവവേദനയെ നിന്റെ അകത്ത് ഒരു ആമേൻ വ്യക്തമായിട്ടുള്ള ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അകത്തളത്തിൽ ചിലതൊക്കെ ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നെങ്കിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നിട്ട് അവൻ പറയുകയാണ്, എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപാർക്കും. പ്രൈസ് ദി ലോർഡ്. അവർ പറയുകയാണ് ആമേൻ പ്രൈസ്. സ്നേഹിതന്മാർ എന്തൊക്കെ വന്നിരുന്നു പറഞ്ഞ് അവനെ നിരാശപ്പെടുത്തി. ആമേ സ്വന്തം ഭാര്യ പറയുകയാണ് ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേ പോയി ചത്തുകൂടെയോ, ഈ വിശ്വാസം കളഞ്ഞിട്ട്, ഈ ദൈവഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നതൊക്കെ കളഞ്ഞിട്ട്, ആമേൻ ഈ അവസ്ഥയിൽ ആമേൻ ആയിത്തീർന്നിട്ടും നീ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം കളഞ്ഞിട്ട് പോയി ചത്തുകളയാൻ ആമേ സ്വന്തം ഭാര്യ പറയുമ്പോഴും ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നും അറിയാത്തവളെ പോലെ നന്മ പ്രാപിച്ചു, ആമേൻ പ്രൈസ് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, ഈ തിന്മയെ നമ്മൾ അനുഭവിക്കുക. ആമേൻ പ്രൈസ്. എന്നാൽ ആമേൻ പ്രൈസ് ഇയ്യോബിന്റെ അകത്ത് കിടക്കുന്ന പ്രത്യാശ. ഹല്ലേലൂയ. എന്റെ വേര് ആമേൻ പ്രൈസ് എന്റെ മുകളിലുള്ളതേ ആമേൻ മറ്റുള്ളവർ കാണുന്നുള്ളൂ, എന്റെ സ്നേഹിതന്മാർ കാണുന്നു. എന്റെ വേര് എവിടെയായിരിക്കുന്നു എന്ന് ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അടിസ്ഥാനം എവിടെയാണെന്ന് ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ അടിസ്ഥാനത്തെ കുലുക്കാനാണ് ചില ശത്രുക്കൾ ഒരുങ്ങുന്നത്. ആമേൻ പ്രൈസ്. നിന്റെ ബിസിനസിനെ തകർത്ത് കളയുവാൻ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നന്മ വരാതെ വേണം അതിനെ ഉണക്കിക്കളയാനാ പിശാച് കാണുന്നത്. എന്നാൽ ആമേൻ വചനത്തിലാണോ നിന്റെ വേര്? ആമേൻ പ്രൈസ്. ആത്മാവിലാണോ നിന്റെ വേര്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാലാണോ? ഹല്ലേലൂയ. നീ ഉണങ്ങത്തില്ല, നീ ആമേൻ പെട്ടെന്ന് തളർത്തു വരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്റെ മഞ്ഞ് ആമേൻ എന്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപാർക്കും. എന്റെ ആമേൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആമേൻ സ്വർഗീയ മഞ്ഞിനാൽ ഈറനണിഞ്ഞുകൊണ്ടേയിരിക്കും. കൊമ്പിനകത്തൊന്നുമില്ല, ഇലയൊന്നുമില്ല. ആമേൻ പ്രൈസ്. എല്ലാം കൊഴിഞ്ഞുപോയി.
ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മനുഷ്യ ദൃഷ്ടിയിൽ ഒന്നുമില്ലാത്ത ഉണങ്ങിയ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന കുടുംബമേ, കടബാധ്യതയാൽ നീ ഭാരപ്പെട്ട് എവിടെ നിന്ന് എനിക്ക് സഹായം കിട്ടുമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വമേ, ഭവന പണി തുടങ്ങിയിട്ട് അത് തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇരിക്കുന്ന ആമേൻ ദൈവ പൈതലേ, ഒരു ഉണർവ് വരാൻ പോവുക കേട്ടോ, ഒരു ഉയർപ്പ് വരാൻ പോവുക കേട്ടോ. നിന്റെ വേര് പോകട്ടെ. ആമേൻ പരിശുദ്ധാത്മാവിനാൽ വേര് പോകട്ടെ. ഹല്ലേലൂയ പ്രൈസ്. വചനത്തിൽ വേര് പോകട്ടെ. ഹല്ലേലൂയ പ്രൈസ്. നിന്റെ കൊമ്പിന്മേൽ മഞ്ഞ് വരട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ 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 പ്രൈസ് ദി ലോർഡ്. ആമേൻ നിന്റെ കൊമ്പിന്മേൽ മഞ്ഞ് വീഴട്ടെ. ആമേൻ ആമേൻ ആമേൻ. അതെപ്പോഴും തണുപ്പിക്കുന്നതായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നിട്ട് പറയുക, എന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചല്ല പറയുന്നത് യോബ്, എന്റെ മഹത്വം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ മഹത്വത്തോടെ എങ്ങനെ ഈ ദേശത്ത് നിർത്തിയോ അപ്രകാരം എന്റെ മഹത്വം, എന്റെ ആമേൻ പ്രൈസ് എന്നിൽ പച്ചയായിരിക്കും. ഹല്ലേലൂയ. യോബിന് നല്ല പ്രത്യാശയാ. ആമേൻ കഴിഞ്ഞ കാലങ്ങളിൽ ആമേൻ യൗവനക്കാരൊക്കെ എഴുന്നേറ്റ് വായു പൊത്തി നിന്നിട്ടുണ്ട്. ഇന്ന് അതല്ല സ്ഥിതി. അന്ന് ആമേൻ. എന്നാൽ ആമേൻ യോബ് പറയും, എന്റെ മഹത്വം, അന്ന് ദൈവം എനിക്ക് ദേശത്ത് തന്ന മഹത്വം എന്നിൽ പച്ചയായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ പ്രഥമ ദൃഷ്ട്യാ ഒന്നുമില്ല, ഉണങ്ങിയിരിക്കുക. എനിക്കറിയത്തില്ല ഇവിടെ ഇരിക്കുന്ന ആമേൻ നമ്മുടെ ആമേൻ പ്രൈസ് സഹോദരിമാരോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക, നീ ആമേൻ വലിയ മഹത്വത്തോടു കൂടി ആമേൻ ആരംഭമിട്ടതൊക്കെ ഇന്ന് എവിടെ? ആമേൻ അതൊരു സ്വപ്നം പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയാണ്, ആമേൻ പ്രൈസ് നിന്നെ മടക്കി വരുത്തി ഈ ആമേൻ മഹത്വത്തിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവരുവാൻ ഹല്ലേലൂയ സ്വർഗം ചില പദ്ധതികളും ചില പ്ലാനുകളും ആമേൻ ഇട്ടുകൊണ്ടിരിക്കുന്നെന്ന്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നമ്മുടെ ദൈവമാ. അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നീ ജീവിക്കാമോ? ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ ആമേൻ. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആമേൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, ആമേൻ എന്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കും, എന്റെ വില്ലും എന്റെ കയ്യിൽ പുതുകുന്നു എന്ന് പറഞ്ഞു. ആമേൻ അവന്റെ കയ്യിൽ ഇരിക്കുന്ന വില്ല് പുതുക്കിക്കൊണ്ടിരിക്കുക. ആമേൻ അത് ആമേൻ പുതുക്കിയ ദൈവം ഷാർപ്പാക്കുകയാ. ആമേൻ യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് എന്തുവാ? ആമേൻ വില്ല് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് ആമേൻ പ്രൈസ് ദി ലോർഡ് ആ തർക്കീസിനകത്ത് ആമേൻ അത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 49 2-ാം വാക്യത്തിൽ എന്റെ വായി മൂർച്ചയുള്ള വാൾ പോലെയാക്കി, എന്റെ കൈയുടെ നിഴലിൽ, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. 49:2-3 വായിച്ചത്. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവന്റെ വായ മൂർച്ചയുള്ള വാൾ പോലെയാക്കും. അവൻ തന്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചിട്ട് അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിക്കുള്ളിൽ വെച്ചിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നിന്റെ വില്ല് പുതുക്കിക്കൊണ്ടിരിക്കുക. അതിനെ ആമേൻ മൂർച്ച ഉള്ളതാക്കി ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പൂണിക്കകത്ത് മറച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. ദിനം വരുന്നുണ്ട്, നിന്റെ ദിവസം വരുന്നുണ്ട്, ആ ഉചിത സമയം വരുന്നുണ്ട്, ആ തക്ക സമയം വരുന്നുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നീ വിശ്വസിക്കാമോ? ആ പൂണിക്കകത്ത് നിന്ന് ആ മിനുക്കിയ അമ്പ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആ പുതിയ അമ്പ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് പിശാചിന്റെ മേൽ തൊടുത്തു വിടുവാനാ വെച്ചിരിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ പ്രൈസ്. നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന പൈശാചിക മേഖലകള്, പൈശാചിക മണ്ഡലങ്ങള് ആമേൻ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാതികെട്ടി നിൽക്കുന്ന ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പൈശാചിക പോരുകള് അടമന ഹച്ചസ്യ ആമേൻ ആഗ്രഹിച്ചിട്ടും എത്തിച്ചേരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ആമേൻ ഒതുക്കി വെച്ചിരിക്കുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പിശാചിന്റെ ആ വലിയ തന്ത്രങ്ങള് ആമേൻ പ്രൈസ് ദി ലോർഡ് ഇന്നത്തെ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ആമേൻ എനിക്ക് അമ്പുകളെ എടുക്കട്ടെ. ആമേൻ പ്രൈസ് ദി ലോർഡ് ചുണ്ടമര ഹത്തലെ തീകത്തല വച്ചസ്യ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഭൗതിക മേഖലകളെ ആമേൻ ഇടുക്കി വെച്ച് തകർത്ത് വെച്ച് ആമേൻ നിനക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗീയ അമ്പുകളെ എഴുതി വിടുകയാണ് ഞങ്ങൾ.
ആമേൻ. പ്രൈസ്. സഹോദരിമാരായിരിക്കുന്ന അടികൾ ഒത്തൊരുമിച്ച് കർത്താവേ ഹല്ലേലൂയ വിഷയത്തിൽ ഭാരപ്പെട്ട് നെടുവീർപ്പിട്ട് വേദനപ്പെട്ട് കിടക്കുന്ന പലതിനെയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പലതിനെയും ആനി ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ ആമേൻ. നീ ഒരു പുതുക്കിയ ആമേൻ പ്രൈസ് അമ്പായി നീ ഒന്ന് എഴുന്നേറ്റേ. ഹല്ലേലൂയ. പ്രൈസ്. ഭയപ്പെടണ്ട കേട്ടോ, ഭയപ്പെടണ്ട. ആമേൻ. ഭാരപ്പെടണ്ട. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളൊക്കെ ഹല്ലേലൂയ മിനുക്കി അമ്പാക്കി ദൈവം വെച്ചിരിക്കുക. ആമേൻ. മിനുക്കി അമ്പാക്കി ദൈവം വെച്ചിരിക്കുക. ഹല്ലേലൂയ. അത് പൂണിയില വെച്ചിരിക്കുക. ശത്രു കാണണ്ട കേട്ടോ, പിശാച് കാണാതെ വേണം. ഹല്ലേലൂയ. മിനുക്കി അമ്പുകളെ പൂണിക്കകത്തിട്ട് ഒതുക്കി വെച്ചിരിക്കുക. അത് സമയത്തെടുത്ത് യൂസ് ചെയ്യാനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇയ്യോബ് പറയുന്നത് ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്റെ വില്ലും എന്റെ കയ്യിൽ പുതുകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുതുകിക്കൊണ്ടിരിക്കുന്ന അമ്പുകൾ ഈ ദിവസങ്ങളിൽ നീ ഒന്ന് എടുക്കാമോ? ഹല്ലേലൂയ. യോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവന്റെ പിതാവായ ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. 49 അധ്യായത്തിന്റെ ഉൽപ്പത്തി 49 ആമേൻ. 22 വാക്യം. യോസഫ് ഫലപ്രദമായോ ഒരു വൃക്ഷം, അവൻ നീരൊരുവൻ അരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ തിന്നു. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യോസഫിനെ കുറിച്ച് അനുഗ്രഹിച്ച് പറയുമ്പോൾ പറയുകയാണ് അവൻ ഫലപ്രദമായ വൃക്ഷമാ. ഹല്ലേലൂയ. ഞാൻ എന്താ ഇവിടെ പറയുന്നു വരുന്നത്? തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം. ദാവീദ് പറയുന്നത് ഞാൻ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷമാ. ശത്രു എന്തൊക്കെ ചെയ്യട്ടെ, യോസഫ് പറയാണ്, യോസഫിനെ അനുഗ്രഹിച്ച് പറയാണ് ആമേൻ. നീ ഫലപ്രദമായ വൃക്ഷമാ. നിന്നെ നീരുറവിന്റെ അരികിലാ നിർത്തിയിരിക്കുന്നത്. ആമേൻ. കൊമ്പുകളൊക്കെ മതിലിന്മേൽ പടരും. ആമേൻ. പ്രൈസ്. വില്ലാളികളൊക്കെ വിഷമിപ്പിക്കും കേട്ടോ, പക്ഷെങ്കിൽ അവന്റെ ഭുജം ബലത്തോടെ നിന്നു. സ്വന്തം സഹോദരന്മാർ ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്വപ്നക്കാരൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ആമേൻ. പ്രൈസ് ദി ലോർഡ് അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. നിയോഗമുള്ളവനാ. ഹല്ലേലൂയ. ദർശനമുള്ളവനാ. ഹല്ലേലൂയ. ദർശനം ഇതാണോ? അധികം ചെത്തി നിന്നെ വെടിപ്പാക്കുന്നത് അധികം ഫലം കഴിക്കാനാ. ആമേൻ. അവിടുന്ന് പൊത്തിഫോറിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ സ്ലേവറി വേട്. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഹൃദയം തകരുകയാ. ആമേൻ. യാക്കോബിന്റെ ആമേൻ ഓമന പുത്രനാ. ആമേൻ. ദൈവത്തിന്റെ ആലോചന പ്രകാരമുള്ളവനാ. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവന്റെ അവസ്ഥ ഇത്. ഇപ്പോഴിതാ കാരാഗ്രഹത്തിനകത്ത് ഒന്നും ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. ഒരു തെറ്റും ചെയ്യാത്തവൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിന്നെ ഉയർത്തുവാൻ നിന്നെ പരിപാലിക്കുന്ന ദൈവം ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നീ ക്ഷീണിച്ചു പോകാതെ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ നീ ആയിരിക്കുമെങ്കിൽ ആമേൻ. ദാവീദേ നിനക്കൊരു ഉയർച്ചയുണ്ട്. നീ ഉയരുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. 30-ാം വയസ്സിൽ യഹോവയുടെ തക്ക സമയം വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ഇവിടെ ഇരിക്കുന്ന പലരിലും ആമേൻ തക്ക സമയം 24-നകത്ത് തന്നെ ഉണ്ട്. ദിവസം നീണ്ടു പോയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ്. നാളുകൾ കഴിഞ്ഞു പോയിട്ടില്ല. ആമേൻ. നിന്റെ വിഷയത്തിനകത്ത് വിടുതലിന്റെ ശക്തി വരുവാൻ ആമേൻ. പ്രൈസ്. അധികം ആമേൻ താമസമന്യ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വരാൻ പോകുകയാ. ഹല്ലേലൂയ. നീ വചനം ഏറ്റെടുത്തല്ലോ. ഹല്ലേലൂയ. അതിശക്തമായി ആമേൻ. സ്വർഗീയ നിനക്ക് അമ്പാക്കിയതിനെ യൂസ് ചെയ്യുവാൻ ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവം നിന്നെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ചിലതൊക്കെ ചെയ്തെടുക്കുവാൻ. ആമേൻ. ശത്രു മറിച്ചിട്ട് കളഞ്ഞിരിക്കുന്നത്, ശത്രു തകർത്തിട്ട് കളഞ്ഞിരിക്കുന്നതിനെ ആമേൻ ദൈവപ്രവൃത്തിയാൽ വീര്യപ്രവൃത്തിയാൽ ഈ ദിവസങ്ങളിൽ അത് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. രഞ്ജു ആമേൻ. രഞ്ജു സാബു ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പലതും ആമേൻ. പ്രൈസ്. സൂസൻ ആമേൻ. പ്രൈസ്. നഷ്ടപ്പെട്ടു പോയത് പലതും മടക്കി കയ്യിലേക്ക് വരാൻ പോകുക, മടങ്ങി വരാൻ പോകുക. ആമേൻ ആമേൻ ആമേൻ. പ്രത്യക്ഷതയോടെ ഈ ദിവസങ്ങളിൽ മടങ്ങി വരാൻ പോകുക പലതും കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യോസഫിനോട് പറയാം നീ ഫലപ്രദമായ ഒരു വൃക്ഷമാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല ആമേൻ നിന്റെ കൊമ്പ് ആമേൻ. പ്രൈസ് മതിലിന്മേൽ പടരാൻ പോകുകയാ.
ദൈവ പൈതലെ മദലിന്മേൽ പടരാൻ പോകുക. ആമേൻ. അബ്രോഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രഞ്ജു. ആമേൻ. രഞ്ജു സാബു. ഹല്ലേലൂയ. മദലിന്മേൽ നീ പടർന്നിരിക്കും കേട്ടോ. ആമേൻ. നിന്നെ തകർക്കുക, നിന്നെ ഒതുക്കുക ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ലിസ. ആമേൻ. നിന്നെ തകർക്കുക ഒരു ശത്രുവിനും കഴിയത്തില്ല. ആമേൻ. അമ്പ് പോലെ പിശാച് നിനക്കെതിരെ ആമേൻ പ്രൈസ് നിന്റെ 18-ാം വയസ്സിൽ ആമേൻ പ്രൈസ് കടന്നു വന്ന് ആമേൻ അതിക്രമിച്ച ആമേൻ പ്രൈസ് വിഷയത്തിന്റെ മധ്യത്തിൽ നിന്നെ ആമേൻ വിടുവിച്ച ദൈവം ആമേൻ ഇന്നും വിടുവിപ്പാൻ അവൻ ശക്തനായ ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. കൊമ്പുകൾ മതിലിന്മേൽ പടരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 വില്ലാളികൾ വിഷമിപ്പിച്ചു. ആമേൻ പ്രൈസ് ചെയ്തു, അവനോട് പൊരുതു. പക്ഷെങ്കിൽ അവന്റെ വില്ല് ഉറപ്പോടെ നിൽക്കുക. അവൻ നിന്റെ വില്ല് ഉറപ്പോടെ നിൽക്കാൻ പോവാ ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ആമേൻ. നീ ചിന്തിക്കുന്നത് പോലെ അല്ല നിന്റെ ജീവിതം. ആമേൻ. നിന്നെ ഉറപ്പോടെ നിർത്തുവാൻ ആമേൻ ദൈവത്തിന്റെ ചില പ്ലാനും പദ്ധതികളും ആമേൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഉഷ, അനുപമ, ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ പ്രൈസ് ദി ലോർഡ്. നിന്റെ വില്ല് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഉറപ്പോടെ നിൽക്കും. ശത്രുവിന് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ലെന്നേ. ഹല്ലേലൂയ. ആമേൻ പ്രൈസ്. എന്തുകൊണ്ടെന്നാൽ നിന്റെ വേർ വെള്ളത്തോളം പടർന്നുകൊണ്ടിരിക്കുക. ആമേൻ പ്രൈസ് ദി ലോർഡ്. മഞ്ഞ്. ഹല്ലേലൂയ. ആമേൻ കൊമ്പുകളിൽ രാപം മുഴുവനും ഉണ്ട്. ആമേൻ. അത് ഉണങ്ങി പോകത്തില്ല. നിന്റെ വില്ല് കയ്യിൽ ഉറപ്പോടെ നിൽക്കും. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 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 എന്റെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ലല്ലോ. ആമേൻ. നിനക്ക് വിശ്വസിക്കാമോ? ദൈവിക ആമേൻ പ്രവൃത്തി ഈ ദിവസങ്ങൾ 1 by 1 ആയി ആമേൻ ആമേൻ ദൈവ ജനത്തിന്മേൽ കർത്താവ് വർഷിപ്പിക്കാൻ സമയമായെന്ന് ആമേൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഓ റിഗല ശമനഹത്ത് അനു ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ. 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 സ്വർഗ്ഗത്തിലും ചില ആമേൻ ബ്ലെസ്സിങ്സ് ആമേൻ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ആമേൻ നിന്റെ ഭവനത്തിനകത്ത് ആമേൻ ദൈവം അയക്കുക. ആമേൻ. നിന്നൊക്കെ മറഞ്ഞിരിക്കുന്ന പലതും ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദിവസങ്ങളിൽ ദൈവം പുറത്തു കൊണ്ടുവന്നെ. ആമേൻ. നിന്നെ കുറിച്ചുള്ള ചിന്ത, നിന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റണം. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. എന്താ നമ്മുടെ കാഴ്ചപ്പാട്? അയ്യോ ഇനി ഇത് നടക്കുമോ? ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇനി എന്റെ ഭർത്താവ് ആമേൻ വ്യത്യാസം വരുമോ? ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവിയുണ്ടോ? ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ എങ്ങനെയല്ലയോ എന്റെ സഭ ഇനി വളരുമോ? ഞാൻ ഇനി എന്റെ ശുശ്രൂഷ ഇവിടെ കൂടെ നിർത്തട്ടെ? ആമേൻ പ്രൈസ്. പരിതാപ ചിന്തകളെല്ലാം മാറ്റിക്കളയണം. ഹല്ലേലൂയ. പ്രൈസ്. നിന്നെ കുറിച്ചുള്ള ചിന്തയ്ക്ക് വ്യത്യാസം വരണം. ആമേൻ പ്രൈസ്. ദാവീദിന് വേണമെങ്കിൽ ആമേൻ ഇവിടെ ആമേൻ ഓടി അവന് പ്രൈസ് ആമേൻ എന്തും പറയാമായിരുന്നു. പക്ഷെങ്കിൽ അവൻ പറയുന്നത് ഹല്ലേലൂയ 85 പുരോഹിതന്മാരെ വെട്ടിമുറിച്ച് ഭക്ഷണം കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടപ്പോഴും അവനെതിരെ ശൗല ആമേൻ പ്രൈസ് ആളയക്കാൻ ഇല്ലാത്ത സ്ഥലമില്ല. ആമേൻ. അവൻ പോകാത്ത ഇടങ്ങളില്ല. ഗുഹയ്ക്കുള്ളിൽ പോലും ആമേൻ പ്രൈസ് ശത്രു അവനെതിരെ പതിയിരുന്നപ്പോഴും ദൈവ പൈതലേ ആമേൻ പ്രൈസ് ദാവീദ് ഇന്ന് വിളിച്ചു പറയുന്നത് ഞാനോ ഹല്ലേലൂയ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ പൈതലേ നീ തഴച്ചിരിക്കുന്ന ഒരു ഒലിവ് വൃക്ഷമാണെങ്കിൽ ആമേൻ നിനക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കും. നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നിന്റെ ഭക്തന്മാരുടെ മുൻപാകെ അത് നല്ലതല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അത് ചെയ്തിരിക്കൊണ്ട് ആമേൻ ദൈവം ചിലതെല്ലാം ചെയ്യാൻ പോവാ. ആമേൻ പ്രൈസ് സിംഗപ്പൂർ സഭയെ ഹല്ലേലൂയ ദൈവം അതെല്ലാം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ദൈവം അത് ചെയ്യാൻ പോകുക. നീ ചിന്തിക്കുന്നത്, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആൻസി, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ പ്രത്യേക വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ രാജസ്ഥാനിൽ ഇടിച്ചു കയറുന്നു. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം. എന്റെ സഭയില് ഒരു കൊച്ച് സീമ ആമേൻ പ്രൈസ് ദി ലോർഡ് അവള് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആമേൻ പ്രൈസ്. എന്തെല്ലാം മുഴുവൻ ഫാമിലി ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ അവള് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിശ്വാസി വന്നു. അവള് സ്നാനപ്പെട്ടു. ആമേൻ. അവിടെ സഹോദരി ആമേൻ വിശ്വാസത്തിലേക്ക് വന്നു. ആമേൻ. എല്ലാ മാസത്തോടെ പ്രാർത്ഥന ആരംഭിച്ചു. ആമേൻ പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ആമേൻ ശക്തിയോടെ മുൻപോട്ട് പോവുകയാണ്. അവിടെ അമ്മയ്ക്ക് അസുഖമായി, ആശുപത്രിയിലാക്കി. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനായി കോൾ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ. പ്രാർത്ഥിച്ച് ദൈവം എന്നോട് പറഞ്ഞു ആമേൻ മിനി വിശ്വസിച്ചോ. ആമേൻ പ്രൈസ്. ഇടിമുഴക്കം പോലെ മിനിക്ക് വേണ്ടി ദൈവത്തിന്റെ ചില പ്രവൃത്തി വരുന്നുണ്ട് കേട്ടോ. ആമേൻ പ്രൈസ്. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എന്നോട് പറഞ്ഞു സമർപ്പിച്ചു പ്രാർത്ഥിക്കാൻ. ഞാൻ ആ മാതാവിനെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സഹോദരി മരിച്ചുപോയി. ആമേൻ പ്രൈസ്. ആ മാതാവ് മരിച്ചുപോയി. ആ കുഞ്ഞുങ്ങൾ കണ്ണുനീരോട് എനിക്ക് ഫോൺ ചെയ്തു, ആന്റി അമ്മ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല,
ആമേൻ യേശുപ്പച്ചന്റെ കയ്യിലായിരിക്കുന്നത് പറയണ്ടെന്ന് പറഞ്ഞു. ആമേൻ അത് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരും സ്വന്തക്കാരും എല്ലാം കൂടി ഓടി ആമേൻ പ്രൈസ് അവരുടെ രീതിയിൽ അവരെ അടക്കണമെന്ന് പറഞ്ഞ് ബഹളമായി. ആമേൻ പ്രൈസ് ഞാൻ പറഞ്ഞു ആമേൻ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് അവരോട് പറഞ്ഞു, നമ്മുടെ ആമേൻ അമ്മയുടെ ജീവൻ ക്രിസ്തുവിന്റെ കയ്യിൽ മറഞ്ഞിരിക്കുക, അതുകൊണ്ട് ഹല്ലേലൂയ ഭയപ്പെടേണ്ട. ആമേ ബോഡി അവർക്ക് വിട്ടുകൊടുത്തേക്കാൻ പറഞ്ഞു. ബോഡി കൊടുത്തു. അവർ കൊണ്ടുപോയി ആമേ അതിനെ കത്തിച്ച് അതിന്റെ ചാരവുമായിട്ട് വന്നു. ആമേൻ നിങ്ങൾക്ക് കേൾക്കണോ ഒരു വലിയ അത്ഭുതം നടന്നത്. ആ ചാരവുമായിട്ട് അവരിങ്ങനെ കടന്നു വന്ന് ആമേ പ്രൈസ് ചാരം മുറിക്കകത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും ഈ മുറിക്കകത്ത് കയറണ്ട, ഞങ്ങൾ മാത്രം ഈ മുറി കിടന്നാൽ മതി. അവരെല്ലാം കൂടെ ചാരം ആമേ മധ്യത്തിൽ വെച്ചിട്ട് അവരെല്ലാം കിടന്നുറങ്ങി. രാവിലെ 5:30 ആയപ്പോഴത്തേക്ക് ഒരു വിളി വന്നു, സീമ മീനു പെട്ടെന്ന് വന്നേ, നിന്റെ അമ്മ എന്തായെന്ന് നോക്കിക്കേ. ആമേ പ്രൈസ ആമേ രാത്രികാലം പറഞ്ഞു നിന്റെ അമ്മ കൊക്കാകും, ആമേ കാക്കയാകും, പൂച്ചയാകും, പട്ടിയാകും എന്നൊക്കെ പറഞ്ഞ് ആമേ പ്രൈസ ഭയപ്പെടുത്തി വെച്ചിരിക്കുക കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ ഓടിച്ചെന്നു അമ്മയുടെ ഈ ചാരത്തിനകത്ത് എന്താ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഓടിച്ചെന്നപ്പോ കണ്ടൊരു കാഴ്ച എന്താണെന്ന് ദൈവമക്കൾക്ക് കേൾക്കണോ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാ കേട്ടോ. ഹല്ലേലൂയ. അവൻ ഒരിക്കലും ശത്രുവിന്റെ മുൻപിൽ നമ്മെ ലജ്ജിപ്പിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ആ ചാരത്തിനകത്ത് ഈ കുഞ്ഞുങ്ങൾ കുനിഞ്ഞു നോക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച വലിയൊരു കുരിശ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയൊരു കുരിശ് ആ ചാരത്തിനകത്ത് നിൽക്കുക. ഈ ആമേൻ അവരുടെ ഉപ്പപ്പന്മാരും അവരുടെ ബന്ധുക്കളും പറയുകയാണ്, നിന്റെ അമ്മ ആമേൻ ആമേൻ നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിലാ പോയേക്കുന്നതെന്ന്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന അവർ വെച്ചു. ആമേൻ അവിടെ കടന്നുപോയി വചനം ശുശ്രൂഷിച്ചു. യേശു ക്രിസ്തു ആരെന്നും രക്ഷകനെന്നും ആമേൻ പ്രൈസ് ദി ലോർഡ് അവനെ വിശ്വസിച്ചാലുള്ള ഗുണമെന്തെന്നും ആ കടന്നു വന്ന അത്രയും ഹിന്ദുക്കളോട് ആമേൻ സംസാരിപ്പാൻ ദൈവം സഹായിച്ചു. ആമേൻ അത്ഭുതങ്ങൾ ദൈവം ആമേൻ ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? നീ അത് ചെയ്തിരിക്കെ കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും, നിന്റെ ഭക്തന്മാരുടെ മുൻപാകെ അത് നല്ലതല്ലോ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവപൈതലേ നിന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറണം. നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവം നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി തീരും. ദാവീദിനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിയോഗമുണ്ട് അവന്റെ മേൽ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവന്റെ മേൽ ഒരു മേലൊരു നിയോഗമുണ്ട്. ഇവിടെ ആയിരിക്കുന്ന ദൈവ പൈതലേ നിന്റെ മേലൊരു നിയോഗമുണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസ്തേർ ഹല്ലേലൂയ ഗിഫ്റ്റി ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിയോഗത്തോടെ നീ ദിവസങ്ങൾ എഴുന്നേൽക്ക്. ജ്യോതി പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ലതിക ഹല്ലേലൂയ ദൈവം നിന്നെ സഹായിക്കുവാൻ കൂടെയുണ്ട്. ആമേൻ ചില വിഷയങ്ങൾ മറഞ്ഞു കിടക്കുന്ന വിഷയത്തിന്മേൽ ആമേൻ പ്രത്യക്ഷ വിടുതലുമായി സ്വർഗം കടന്നു വരുന്നുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ 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 പ്രൈസ് ശേബ ആമേൻ ഷീജ ശോഭ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ പ്രൈസ് ദൈവ പ്രവൃത്തി നമ്മുടെ മേൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. ഞാനോ എന്റെ യഹോവയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ വൃക്ഷം പോലെയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ തഴച്ചു നിൽക്കുന്ന ഒരു ഒലിവ് വൃക്ഷം പോലെ ഞാൻ എന്തിയുമായി തീരുവാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമുക്കൊരുക്കത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഞാൻ ഹല്ലേലൂയ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സ്ഥാനം ഏതെന്ന് മനസ്സിലാക്കണം, അതറിഞ്ഞിരിക്കണം. ആലയത്തിലാണ് നമ്മുടെ സ്ഥാനം. രണ്ടാമത് പറഞ്ഞത് നാം തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷമാണ്. ആമേൻ ഉണങ്ങിയിരിക്കുന്നതല്ല, തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം. നിന്നെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അത് പോസിറ്റീവ് ആയിരിക്കണം. നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട പോസിറ്റീവ് കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനായി അവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവം ഏവരെയും അനുഗ്രഹിച്ച് ആമേൻ അനുഗ്രഹ സമൃദ്ധിയിൽ ദിവസങ്ങൾ മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ആമേൻ എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ആമേൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ ആമേൻ ഫെബ വർഗീസിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഈ വചനത്തിൽ ഞാൻ ഇരിക്കുന്നു. എനിക്ക് തന്ന സമയം ആമേൻ ഏകദേശം കഴിഞ്ഞു. ആമേൻ ഏൽപ്പിച്ചിരുന്നു. ദൈവജനം അടിയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വചനത്തിൽ നിന്ന്